ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് LP-UP സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വർഗീകരണം. ബയോളജിയിലെ ടോപ്പിക്കാണ് വർഗീകരണം. അപ്പോൾ വർഗീകരണവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുക്കൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് നോക്കി, വർഗീകരണ ശാസ്ത്രം. വർഗീകരണ ശാസ്ത്രം എന്നൊരു ടോപ്പിക്ക് ഇവിടെ കിടപ്പുണ്ട്. എന്താണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയപരമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണെന്ത്? വർഗീകരണ ശാസ്ത്രം എന്ന് പറയും. മനസ്സിലായല്ലോ? ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയപരമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണെന്ത്? വർഗീകരണ ശാസ്ത്രം എന്നറിയപ്പെടുക. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കൂ, വർഗീകരണ ശാസ്ത്രത്തിന് അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞനാരാണ്? വർഗീകരണത്തിന് അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞനാരാണ്? കാൾ ലിനിയേഴ്സ് ആണ്. അതേപോലെ നോക്കൂ, വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അതും കാൾ ലിനിയേഴ്സ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, ഓർത്തിരിക്കണേ. അതേപോലെ നോക്കൂ, സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? ശാസ്ത്രീയ സൂചകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ടാക്സോണമിക് കീകൾ എന്നാണ് അറിയപ്പെടുക. അതേപോലെ നോക്കൂ, ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീ ഏതാണ്? ഡൈക്കോട്ടമസ് കീകളാണ് ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകൾ. അടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ചെറിയ ബ്രീഫ് ഹിസ്റ്ററി ഏതാണ്? വർഗീകരണത്തിൻ്റെ നാൾവഴികൾ. ഒരു ബ്രീഫ് ഹിസ്റ്ററി നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നോക്കൂ, അരിസ്റ്റോട്ടലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അരിസ്റ്റോട്ടൽ ആരാണ്? അരിസ്റ്റോട്ടൽ പൊളിറ്റിക്സിൻ്റെ പിതാവാണ്. അതേപോലെ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടലാണ്. അതേപോലെ നോക്കി, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു അല്ലേ. അപ്പം അരിസ്റ്റോട്ടിൽ വർഗീകരിച്ചത് എങ്ങനെയാണ്? ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചാലാണ് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുക? ഈ ഒരു ബോക്സിൽ തന്നെ എന്ത് ചെയ്യാട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കൂ, രണ്ടാമത്തെ നോക്കി, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് ചരകൻ. ആരാണ്? ചരകൻ. എന്താ നോക്കി, ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആയുർവേദത്തിൻ്റെ പിതാവാണെന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അതേപോലെ PSCയുടെ ആൻസർ എന്ന് പറയുന്നതാണ് ആത്രേയ മഹർഷിയാണ് ആയുർവേദത്തിൻ്റെ പിതാവ് എന്നാണ് PSCയുടെ ആൻസർ കീ വരിക. പക്ഷെ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലെ 8ാം ക്ലാസ് പ്രകാരം എന്താണ്? നമ്മുടെ ആയുർവേദത്തിൻ്റെ പിതാവാരാണ്? ചരകനാണ്. ഓക്കെ, അതേപോലെ നോക്കൂ, വർഗീകരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഭാവന നോക്കി, 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പോൾ ഈ പുസ്തകം മറക്കണ്ട, ചരക സംഹിത. അടുത്ത് നോക്കൂ, മൂന്നാമത്തെ ആളാരാ? കാൾ ലിനിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് രാജ്യക്കാരനാ? സ്വീഡനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നോക്കി, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മറക്കണ്ട, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാൾ ലിനിയേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതേപോലെ നോക്കി, അദ്ദേഹം ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ധിനാമ പദ്ധതി ആവിഷ്കരിച്ചു. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ധിനാമ പദ്ധതി ആവിഷ്കരിച്ചു. ഇതൊന്ന് ഓർത്തു വെക്കണേ. അടുത്ത് നോക്കി, അടുത്ത ആളാരാ? തിയോഫ്രാസ്റ്റസ് ആണ്. ഗ്രീസുകാരനാണ്. എന്താ നോക്കി സംഭാവന? സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ഓർത്തിരുന്നോണം, സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാം. ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അതേപോലെ നോക്കൂ, സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചതാരാണ്? അതും തിയോഫ്രാസ്റ്റസ് ആണ്. ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ, മറക്കരുത്. അതേപോലെ അടുത്തൊരാളാണ് ജോൺ റേ. എന്താ പ്രത്യേകത? അദ്ദേഹം 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജെറാലിസിസ് പ്ലാന്റേം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത്രയും എന്ത് ചെയ്യുക? സസ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പേരുകൾ എന്ത് ചെയ്തു? ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ പുസ്തകത്തിൻ്റെ പേര് മറക്കണ്ട, ആളുടെ പേര്, സംഭാവനയും മറക്കണ്ട. ഓക്കെ, അതേപോലെ അദ്ദേഹമാണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ആരാണ്? ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ജോൺ റേ ആണ്. ഓടിപ്പോയിട്ട് എന്താ എഴുതരുത്? കാൾ ലിനിയേഴ്സ് എന്ന് എഴുതരുത്. ഓക്കെ, അടുത്ത് നോക്കി, നമ്മൾ പറഞ്ഞായിരുന്നു കാൾ ലിനിയേഴ്സിന്റെ സംഭാവനകൾ പറഞ്ഞായിരുന്നു അല്ലേ? ആധുനിക വർഗീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത്
കാൾ ലിനേഴ്സ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ അല്ലെ, ആ വർഗീകരണത്തിന്റെ തലങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നെ 2-3 ചോദ്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന്, ഏറ്റവും സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം അല്ലേ. ഇങ്ങനെ കുറച്ച് തലങ്ങൾ എത്ര ഉണ്ട്? 3 ഉം 3 7 തലങ്ങളായിട്ട് എന്ത് ചെയ്തു അദ്ദേഹം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 7 തലങ്ങൾ എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കണം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്, നമുക്ക് നോക്കാം. നോക്കി, ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണം അറിയപ്പെടുന്ന പേരാണ് സ്പീഷീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി മുമ്പിലത്തെ ടേബിളുമായി ബന്ധപ്പെട്ട അല്ലേ ആദ്യത്തെ ചോദ്യം നോക്കാം. വർഗീകരണത്തിലെ അടിസ്ഥാന തലം ഏതാണ്? വർഗീകരണത്തിലെ താഴ്ന്ന തലം അല്ലെങ്കിൽ അടിസ്ഥാന തലം ഏതാണ്? സ്പീഷീസ് ആണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. സമാന സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടം അറിയപ്പെടുന്ന പേരാണത് ജീനസ്. നമ്മളിവിടെ കണ്ടു അല്ലേ, ഇവിടെ കണ്ടു അല്ലേ, ജീനസ് കണ്ടു. അടുത്ത് നോക്കി, വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? കിങ്ഡം ആണ് അല്ലേ. വർഗീകരണത്തെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? അത് കിങ്ഡം ആണ് അല്ലേ. അടുത്ത് നോക്കി, ജീവികളെ 5 കിങ്ഡങ്ങളാക്കി തരംതിരിച്ച ശാസ്ത്രജ്ഞരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്, അമേരിക്ക. റോബർട്ട് എച്ച് വിറ്റാക്കർ. നമുക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഈ ടേബിളാണ്, നമുക്കത് പിന്നെ നോക്കാം. അടുത്ത 2-3 ക്വസ്റ്റ്യൻ നോക്കൂ. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞരാണ്? കാൾ വൗസ് ആണ്, അത് അമേരിക്കക്കാരനാണ്. 6 കിങ്ഡം. അടുത്ത് നോക്കി, ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച വ്യക്തി ആരാണ്? നമ്മൾ ഓൾറെഡി ചരിത്രം പഠിച്ചപ്പോൾ അല്ലേ, വർഗീകരണത്തിന്റെ ചരിത്രം പഠിച്ചായിരുന്നു. അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്ന തരംതിരിവ് നൽകിയത്. അടുത്ത് നോക്കൂ, അടുത്ത ചോദ്യവും നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച വ്യക്തി ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്, ഗ്രീസുകാരനാണ് അല്ലെ. തിയോഫ്രാസ്റ്റസ് ആണ്, മറക്കണ്ട. അതേപോലെ നോക്കി, ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം ഏതാണ്? ആർത്രോപോഡയാണ് ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം. അതേപോലെ നോക്കി, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ജീവിവർഗം ഏതാണ്? ഷഡ്പദങ്ങൾ. അതേപോലെ ഏറ്റവും കൂടുതലുള്ള ഷഡ്പദത്തിലെ വിഭാഗം ഏതാണ്? അത് വണ്ടാണ്, മറക്കണ്ട. അടുത്ത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന് വന്ന അല്ലെ, പ്രൈമറി ടീച്ചർ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഈഡിപ്സ് ഈജിപ്തി താഴെ പറയുന്നതിൽ ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ഏതിന്റെയാണത്? അത് ഏതിന്റെയാണ്? അത് കൊതുകിന്റെ ശാസ്ത്രീയ നാമമാണ്. അതേപോലെ നോക്കി, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ജീവികളെ 5 കിങ്ഡങ്ങളാക്കി തരംതിരിച്ച ശാസ്ത്രജ്ഞരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്, അമേരിക്കയാണ് അല്ലേ. ഓക്കെ, നമുക്ക് 5 കിങ്ഡം വർഗീകരണം നോക്കാം. മൊനീറ, പ്രൊട്ടീസ്റ്റ, ഫംജൈ, പ്ലാന്റ്, അതേപോലെ അനിമേലിയ. ഇങ്ങനെയാണ് 5 വർഗീകരണം. അപ്പം ബാക്കി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇത്രയുമാണ് വർഗീകരണത്തിലുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ശാസ്ത്രീയ നാമങ്ങൾ അല്ലേ, അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ വീഡിയോ, ഒരു 10 മിനിറ്റ് താഴെ കുഞ്ഞു വീഡിയോ ആണ്. ബേസിക് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യാം മാറ്റി വെച്ച് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.